അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ദുറൂസിൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. ബ്രാക്കറ്റിലുള്ള ഒന്ന് വായിച്ചു നോക്കാം. മിസ്വാക്ക് ചെയ്യണം മുഅല്ലിമൻ വൈകി ഉണർന്നാൽ മുനാഫിക്കിൻ്റെ ശീലമാണ്, വലിയ അനുഗ്രഹമാണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നമാ ബോയ്സ് ഉത്തരം എന്താണ്? മുഅല്ലിമൻ. ഉത്തരം എന്താണ്? മുഅല്ലിമൻ. 2. കളവ് പറയൽ എന്താണ്? മുനാഫിക്കിൻ്റെ അടയാളമാണ്. കളവ് പറയൽ മുനാഫിക്കിൻ്റെ ശീലമാണ്. ഇനി 3. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. അതിനുള്ള ആൻസർ അവിടെ തന്നിട്ടില്ല, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി 4. പല്ലുകൾ വൃത്തിയിൽ സൂക്ഷിക്കാൻ മിസ്വാക്ക് ചെയ്യണം. ഉത്തരം എന്താണ്? മിസ്വാക്ക് ചെയ്യണം. ഇനി 5. സുബഹി നിസ്കാരം ഖളാ ആകും. ഉത്തരം എന്താണ്? വൈകി ഉണർന്നാൽ സുബഹി നിസ്കാരം ഖളാ ആകും. ഇനി 6. ഉറക്കം അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. എന്താണ്? വലിയ അനുഗ്രഹമാണ്. ഇനി രണ്ടാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേര്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ്? ഉമ്മയുടെ പേര് ആമിന ബീവി, ഉപ്പയുടെ പേര് എന്താണ്? അബ്ദുള്ള. ആമിന ബീവി, അബ്ദുള്ള. ഇനി 2. സലാം അടക്കുന്നതിൻ്റെ വചനം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ്? വഅലൈക്കും അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി 3. വായന തുടങ്ങുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മി ചൊല്ലണം. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. അപ്പം എന്താണ്? ബിസ്മി ചൊല്ലണം. ഇനി 4. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിൻ്റെ പേര് എന്താണ്? മാലിക് റളിയല്ലാഹു അൻഹു. ഇനി 5. സത്യം എന്നാൽ എന്താണ്? ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം. ഇനി 6. നഖം നീട്ടി വളർത്തരുത്. കാരണം എന്താണ്? ഉത്തരം നീണ്ട നഖങ്ങൾക്കുള്ളിൽ രോഗാണുക്കൾ വസിക്കും. ഇതുകൊണ്ടാണ് നഖം നീട്ടി വളർത്തരുത് എന്ന് പറയുന്നത്. എന്താണ്? നീണ്ട നഖങ്ങൾക്കുള്ളിൽ രോഗാണുക്കൾ വസിക്കും. ഇനി മൂന്നാമത്തേതാണ്. 2 വീതം എഴുതാമുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? 1. അല്ലാഹു ഇഷ്ടപ്പെടും, കാഴ്ചശക്തി കൂടും, ബുദ്ധി കൂടും, വായ വൃത്തിയാകും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ 2 എഴുതിയാൽ മതി. ഏതൊക്കെയാണ്? അല്ലാഹു ഇഷ്ടപ്പെടും, കാഴ്ചശക്തി കൂടും, ബുദ്ധി കൂടും, വായ ശുദ്ധിയാകും. ഇനി 2. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിൽ അല്ലാഹുവിൻ്റെ നാമങ്ങൾ. അല്ലാഹുവിൻ്റെ പേരെന്താണ്? അർ റഹ്മാൻ റഹീം. ഏതാണ്? റഹ്മാനും റഹീമും. ഇനി 3. മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ്? ഉറങ്ങും മുമ്പേ, ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ, ഖുർആൻ ഓതുമ്പോഴും വുളൂ ചെയ്യുമ്പോഴും. ഏതൊക്കെയാണ്? ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണം, ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ മിസ്വാക്ക് ചെയ്യണം, ഖുർആൻ ഓതുമ്പോഴും വുളൂ ചെയ്യുമ്പോഴൊക്കെ. ഇനി 4. നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഏതാണ്? ഉത്തരം എന്താണ്? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവും. ഇനി 4. കാൽവിരലുകളിൽ നഖം മുറിക്കേണ്ട ക്രമമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ എങ്ങനെയാണ്? ഉത്തരം എന്താണ്? വലത് കാലിൻ്റെ ചെറുവിരൽ നിന്ന് മുതൽ തുടങ്ങി ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെയാണ്. വലത് കാലിൻ്റെ ചെറുവിരൽ നിന്ന് തുടങ്ങിയിട്ട് ഇടത് കാലിൻ്റെ ചെറുവിരൽ വരെയാണ്. അപ്പോൾ അതങ്ങനെ കറക്റ്റ് നമ്പർ ഇട്ട് കൊടുക്കുക. ഇനി 5. പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സത്യം നന്മയിലേക്കും നന്മ ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും.
സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും എന്നാണ്. ഇനി 2, നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം ഡാഷ്. നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകണം. അവിടെ എന്താണ്? കഴുകണം എന്നാണ്. ഇനി 3, പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ ഡാഷ്. പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം. ഇനി 4, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ഡാഷ്. അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ. ബറക്കത്ത് ചെയ്യണമേ എന്നാണ്. ഇനി 5, ഉറക്കം അല്ലാഹു നൽകിയ വലിയ ഡാഷ്. ഉറക്കം അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. എന്താണ്? വലിയ അനുഗ്രഹമാണ്. ഇനി 6, വേർതിരിക്കാം എന്നുള്ളതാണ്. ഇവിടെ ബ്രാക്കറ്റിലുള്ള നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബറക്കത്ത് നഷ്ടമാക്കും, നേരത്തെ ഉണരൽ, സുബ്ഹി നിസ്കാരം ഖളാ ആകും, ബറക്കത്ത് ഉണ്ടാവും, ഉണരാൻ വൈകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഉണരൽ എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ട്, വൈകി ഉണർന്നാൽ എന്നുള്ള ഒരു കോളം ഉണ്ട്. അപ്പോൾ അതാത് ഇതിൽ വേർതിരിച്ച് എഴുതാനാണുള്ളത്. അപ്പോൾ വൈകി ഉണർന്നാലുള്ള ഇതെന്തൊക്കെയാണ്? ബറക്കത്ത് നഷ്ടപ്പെടും. പിന്നെ സുബഹി നിസ്കാരം ഖളാ ആകും. ഏതൊക്കെയാണ്? ബറക്കത്ത് നഷ്ടമാകും, സുബഹി നിസ്കാരം ഖളാ ആവും. ഇതൊക്കെ വൈകി ഉണർന്നാലുണ്ടാവുന്നതാണ്. ഇനി നേരത്തെ ഉണർന്നാലുള്ളതിൽ ഏതൊക്കെയാണ് വരിക? ബറക്കത്ത് ഉണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ്. ഏതൊക്കെയാണ്? ബറക്കത്ത് ഉണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ്. അപ്പോൾ ഇതുവരെയുള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറണേ.